കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ഈ വാർത്ത കാസർഗോഡ് മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ടർമാരെ കാണാൻ പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ എത്തുന്നു. കാസർഗോഡ് മണ്ഡലത്തിന്റെ ഭാഗമാണ് പയ്യന്നൂർ അസംബ്ലി നിയോജക മണ്ഡലം. ആ മണ്ഡലത്തിൽ വോട്ടർമാരെ കാണാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി, നിലവിലെ സിറ്റിംഗ് MP അദ്ദേഹം എത്തുമ്പോൾ സ്വീകരിക്കാൻ ആരുമില്ല. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരുമില്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് വന്നിറങ്ങുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ നേതാവിനും ദേഷ്യം വരാം. അദ്ദേഹത്തിനും ദേഷ്യം വന്നു. അദ്ദേഹം അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരെ ശകാരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രാദേശിക നേതാക്കളോട് രോഷത്തോടെ സംസാരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തുകൊണ്ടാണ് അവിടെ ആളില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ സംഘടിപ്പിക്കാത്തത്? നേരത്തെ വരുമെന്ന് പറഞ്ഞതല്ലേ? എല്ലാവരെയും അറിയിച്ചതല്ലേ? എന്തുകൊണ്ടാണ് ആളുകളെ സംഘടിപ്പിക്കാതിരുന്നത്? തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രാദേശിക നേതാക്കളോട് രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രാദേശിക നേതാക്കൾ നടത്തുന്നുമുണ്ട്. എന്നാൽ അദ്ദേഹം അതിനൊന്നും വഴങ്ങുന്നില്ല. വീണ്ടും വീണ്ടും പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും ശകാരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെ ഈ വാർത്ത നൽകേണ്ടി വന്നു എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അത് പയ്യന്നൂർ മണ്ഡലത്തിൽ, അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമായതുകൊണ്ടല്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എവിടെ പോയാലും രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്ന് ജനങ്ങൾ, വോട്ടർമാർ അകന്നു നിൽക്കുന്നു എന്ന ചർച്ച ആ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് സംപ്രേഷണം ചെയ്യേണ്ടി വന്നത്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നൽകാൻ സാധ്യതയില്ല. ഒറ്റപ്പെട്ട സംഭവമല്ല, എല്ലാ മണ്ഡലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MP ആ മണ്ഡലത്തിനു വേണ്ടി എന്തു ചെയ്തു? താങ്കളുടെ പ്രവർത്തനം പാർലമെന്റിൽ എന്തായിരുന്നു? തുടങ്ങിയ ചോദ്യങ്ങൾ സജീവമായി ഉയർന്നു വരുന്നുണ്ട് മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അകന്നു നിൽക്കുന്നത്, രാജ്മോഹൻ ഉണ്ണിത്താനെ സ്വീകരിക്കാൻ ആളില്ലാത്തത് എന്ന ചർച്ചയും മണ്ഡലത്തിൽ സജീവമാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ജയിച്ചു വരുന്നത്. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം. അദ്ദേഹം കാസർഗോഡ് പോയി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ തെറ്റൊന്നുമില്ല. എവിടെയെങ്കിലും ഒരു സീറ്റ് നൽകേണ്ടേ എന്ന് കരുതിയാണ് കാസർഗോഡേക്ക് പറഞ്ഞു വിട്ടത്. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. ദേശീയ തലത്തിൽ BJP തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇതാ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ്. ദേശീയ തലത്തിൽ BJP പരാജയപ്പെടും. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും. കേരളത്തിന് അങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കിട്ടും. തുടങ്ങിയ വലിയ ചർച്ചകൾ കേരളത്തിൽ ഉയർന്നു വരികയും അതൊരു തരംഗമായി മാറുകയും കേരളത്തിലെ നിഷ്പക്ഷ വോട്ടുകളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളും ഒന്നടങ്കം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപൊക്കാൻ ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കണം എന്നായിരുന്നു പ്രധാനമായും ഉയർന്നു വന്ന മുദ്രാവാക്യം. അത് ജനങ്ങൾ സ്വീകരിക്കുകയും അതിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് UDF 20-ൽ 19 സീറ്റും നേടി വിജയിച്ചത്. ഇനിയിപ്പോൾ കാസർഗോഡ് മണ്ഡലം മാത്രം എടുത്തു നോക്കിയാൽ എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന മണ്ഡലമാണ് കാസർഗോഡ്. മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ LDF-നോടൊപ്പം അല്ലെങ്കിൽ CPM-നോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്ന മണ്ഡലം. 1957-ൽ AKG, 1962-ൽ AKG, 1967-ലും AKG ജയിച്ച മണ്ഡലം. അതിനുശേഷം 2 തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ ജയിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും രാമണ്ണ റായ് അവിടെ വിജയിക്കുന്നു, CPIM-ന്റെ സ്ഥാനാർത്ഥി. അതിനുശേഷം 1984-ൽ രാമറായ് ജയിക്കുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാമറായ് MP ആകുന്നു. അതിനുശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇടതുപക്ഷത്തിന്. 1989, 1991 എന്നീ 2 തവണ CPIM-ന്റെ സ്ഥാനാർത്ഥിയായ രാമണ്ണ റായ് വിജയിക്കുന്നു. അതിനുശേഷം 1996, 1998, 1999 T ഗോവിന്ദൻ CPIM സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച് ജയിക്കുന്നു. അതിനുശേഷം 2004, 2009, 2014 P കരുണാകരൻ മണ്ഡലത്തിൽ മത്സരിക്കുന്നു, ജയിക്കുന്നു 3 തവണ. അതിനുശേഷം 2019-ൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വിജയിച്ചു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിച്ചതാണ്. അതല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ടും 40,438 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് 4,74,961. തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായിരുന്ന KP സതീഷ് ചന്ദ്രൻ CPIM-ന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ലഭിച്ചത് 4,34,523 വോട്ട്. BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത് 1,76,049 വോട്ടാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ ലഭിച്ച ഭൂരിപക്ഷം 40,438 വോട്ട്. അത് കഴിഞ്ഞ് 2021-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടിയ 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടന്ന് ആ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും UDF-ന്റെയും LDF-ന്റെയും വോട്ടുകൾ കൂട്ടി താരതമ്യം ചെയ്യുമ്പോൾ LDF-ന്റെ ഭൂരിപക്ഷം 1,679 വോട്ടാണ്. എന്ന് വെച്ചാൽ രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചതിനേക്കാളും നേരെ ഇരട്ടി വോട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട്
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിൽ എത്ര വെട്ടിക്കളഞ്ഞാലും ഒരു 50,000 വോട്ടിന്, ഏറ്റവും ചുരുങ്ങിയത് 50,000 വോട്ടിന് ഇത്തവണ അവിടെ ജയിക്കാൻ MV ബാലകൃഷ്ണന് കഴിയും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. LDF സ്ഥാനാർത്ഥി കഴിയും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിൽ കൂടുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. കഴിഞ്ഞ തവണ പറ്റിയ ഒരു കൈത്തെറ്റ് കാസർഗോഡ് ജനത തിരുത്തും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാസർഗോഡ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലത്തിൽ 2 എണ്ണത്തിൽ UDF സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. ശേഷിക്കുന്ന 5 എണ്ണത്തിലും ജയിച്ചിരിക്കുന്നത് LDF സ്ഥാനാർത്ഥികളാണ്. അത് വൻ ഭൂരിപക്ഷത്തിന്. നോക്കൂ, കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് ജയിച്ചിരിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം 745 വോട്ടാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ലഭിച്ച ഭൂരിപക്ഷം 12,901 വോട്ടാണ്. അതിനുശേഷം എല്ലാ മണ്ഡലങ്ങളിലും 5ഓളം മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി ജയിക്കുന്നത്. ഉദുമ 13,322, കാഞ്ഞങ്ങാട് മണ്ഡലം 27,139, തൃക്കരിപ്പൂർ മണ്ഡലം 26,137, പയ്യന്നൂർ മണ്ഡലം 49,780 എന്ന് വെച്ചാൽ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, കല്യാശ്ശേരിയിൽ 44,393 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ നല്ല ഭൂരിപക്ഷത്തിന്, മൃഗീയ ഭൂരിപക്ഷത്തിന് ഇത് തന്നെ പറയാം. അങ്ങനെ ജയിക്കുന്ന മണ്ഡലങ്ങളാണ് പയ്യന്നൂർ, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ എന്നീ മണ്ഡലങ്ങളൊക്കെ, കാഞ്ഞങ്ങാട് അടക്കമുള്ള മണ്ഡലങ്ങൾ. അതുകൊണ്ട് ഇത്തവണ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചു വരാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അപ്പോഴാണ് കുരുമേൽ കുരു പോലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇങ്ങനെ മാറി നിൽക്കുന്നത്. സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമല്ല, ബൂത്ത് പ്രവർത്തനങ്ങളിൽ സജീവമല്ല, വോട്ടർമാരെ ചേർക്കുന്നതിൽ സജീവമല്ല. ഇതെല്ലാം ഒരു മരവിച്ച അവസ്ഥയിലാണ് കാസർഗോഡ് ഉള്ളത്. ഇതുവരെയും സ്ഥാനാർത്ഥികൾ പര്യടനം തുടങ്ങിയിട്ടുണ്ട് എങ്കിലും കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകമായ ബൂത്തുകൾ ഉണർന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ബൂത്തുകൾ ഉണരാത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന MP തന്നെ എന്നാണ്. അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യവും പൂർണ്ണമായും മാറിയിട്ടുണ്ട്. 2019 അല്ല 2024 എന്ന് ഉറപ്പിക്കുന്നതാണ് മണ്ഡല പര്യടനത്തിന് ലഭിക്കുന്ന തണുത്ത സ്വീകരണം. രാജ്മോഹൻ ഉണ്ണിത്താൻ ലഭിക്കുന്ന തണുത്ത സ്വീകരണം അത് തന്നെ വാർത്തയാക്കി നൽകേണ്ടി വരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന് പോലും എന്നതാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്.